നമസ്കാരം. രാജ്യം മുഴുവൻ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇവിടെ നിന്ന് വളരെ രസകരമായ ഒരു വാർത്ത പുറത്തു വരികയാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിനിടെ വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയായ സത്യൻ മൊകേരി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില കണ്ടിട്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും CPI സ്ഥാനാർത്ഥി സത്യൻ മൊകേരി വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിനിടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം കുറയുമെന്നും CPM അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ തനിക്കൊപ്പം നിൽക്കുമെന്നും ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥിയും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ അപ്രസക്തമായിരിക്കുകയാണ്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം വലിയ രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സത്യൻ മൊകേരി വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്ഥലം വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി 2,27,358 വോട്ടിന്റെ ലീഡിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷത്തെ പ്രിയങ്ക ഗാന്ധി ഇത്തവണ കടക്കുമോ മറികടക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് നമുക്ക് നോക്കിക്കാണണം. പ്രിയങ്ക വയനാട് ജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ ഭൂരിപക്ഷം എത്രയാണ് എന്നത് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വയനാട്ടിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വയനാട് നിന്ന് പുറത്തു വരുന്നത്.